പിന്നെ അതിൻ്റെതായിട്ടുള്ള ആൾക്കാരില്ലാതെ ഓൻ ഒരു കാരണവശാലും അത്രയും സെക്യൂരിറ്റി ആയിക്കാണ് നിൽക്കുന്ന ജയിലിൽ നിന്നും നമുക്ക് പുറത്ത് ചാടാൻ ഒരിക്കലും ഇവിടെ സാധിക്കൂല. വരെ തലയിൽ വലിയ മാസ്ക് ഒക്കെ ഇട്ട് മുഖമൊക്കെ മറച്ചിട്ട് കൊണ്ടുപോകണത് എന്തിനാ ഓരങ്ങനെ കൊണ്ടുപോകണ ആവശ്യം? നമ്മളിനിപ്പോ എന്ത് തമ്മാടി ഇത്ര കുറ്റകൃത്യങ്ങൾ ഇവിടെ ചെയ്താലോ നമ്മുടെ കേരളത്തിലെ നിയമമാണ്, നമ്മുടെ ഇന്ത്യയിലെ നിയമമാണ്, ഒരു ചുക്കും ഇവിടെ ചെയ്യൂല. ബ്ലഡ് വരെ എന്തെങ്കിലും വന്നാൽ പിന്നെ നമ്മൾ പറയുന്നതാണ് അവിടെ നിയമം. അങ്ങനെയാണോ? കുറ്റം ആര് ചെയ്താലും ഇവിടെ കുഴപ്പമില്ല. ഗാന്ധിജിന്റെ ഫോട്ടോ അല്ല കടലാസ കഷണം കണ്ട് തരുന്നുണ്ടോ നിങ്ങള്? എന്നാ നിങ്ങൾക്കാണ് നിയമം. ഒരു 4 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടീനെ എന്ത് ചെയ്ത് ഒരു എരപ്പൻ തൂക്കി കൊണ്ടുപോയത് എന്തിനാണ്? വളർത്താനല്ല, പീഡിപ്പിക്കാന്. ഏറ്റവും അടുത്ത് ഇപ്പോ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ചെന്താമര ഉൾപ്പെടെ 37 പേർക്കാണ് വധശിക്ഷ കാത്ത് ജയിലിൽ കിടക്കുന്നത്. ഈ വധശിക്ഷ വിധിക്കല് മാത്രമേ ഉള്ളൂ, നടപ്പിലാവുന്നില്ല. എന്താണ് അതിനെപ്പറ്റി തോന്നുന്നത്? തീവ്രവാദികൾ ഇവിടെ വളർത്തണം, കുറ്റവാളികൾ ഇവിടെ വളർത്തണം, എന്നെങ്കിലാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നാളെ പിറ്റേന്ന് ഇവരെ കൊണ്ട് ഉപകാരങ്ങൾ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മുടെ കേരളത്തില് എത്രയോ കുറ്റം ചെയ്തിട്ടുള്ള കുറ്റവാളികളുണ്ട്. എത്ര പെൺകുട്ടികളെ പീഡിപ്പിച്ച് കണ്ട് കൊന്നു കളഞ്ഞിട്ടുള്ള എത്ര തെണ്ടികളായിട്ടുള്ള മനുഷ്യരിവിടെ ഉണ്ട്, ഒരുപാട് പേരുണ്ട് ഇല്ലേ? എന്നിട്ട് ഏതെങ്കിലും ഒരാളെ കൊന്ന് എന്നുള്ള ഒരു വാർത്ത ഈ കാലം വരെ നമ്മളോട് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്തേ കേൾക്കാത്ത? ഇവിടെ കേട്ടിട്ടില്ല. കേൾക്കാത്ത കാരണം എന്താ? ഇവർക്ക് അതിനിപ്പോൾ പറ്റൂല. ആൾക്കാരെ പൊട്ടനാക്കാനും വേണ്ടിയിട്ട്, പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് വിധിക്കും. എന്നാലും കേരളത്തിന് മണ്ണില് ഒരു കോപ്പും കൂടെ നടക്കൂല. ഓരെ കൊല്ലൂല. ഓരെ ചെയ്യണ പരിപാടി എന്താ പറയുക? ജയിലിൻ്റെ ഉള്ളിൽ നേരെ കൊണ്ട് കയറ്റുക, തീറ്റി പോറ്റുക. ഇങ്ങനെ പോയ ആൾക്കാരെ ഇങ്ങനെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക? ഇറങ്ങി ഇവിടെ വരിക. എന്നിട്ടിപ്പോ ആ ചങ്ങായിനപ്പോ കഴിഞ്ഞ ഗോവിന്ദൻ ചാമി ജയിലിൽ ചാടി മറ്റേ ചപ്പാത്തിയൊക്കെ തിന്ന് തടിയൊക്കെ കുറച്ച് ജയിലിൽ ചാടി ലാസ്റ്റ് കിണറ്റിന്ന് എന്ത് ചെയ്താ ചങ്ങനെ തൂക്കിക്കൊണ്ടുപോയി. തൂക്കിക്കൊണ്ടുപോകുന്ന സമയത്ത് ആ ചങ്ങനെ ഒരു വണ്ടിന് മുമ്പ് തള്ളിയിടുക. ഇല്ലാന്നുണ്ടെങ്കിൽ പേടിച്ചാണ്ട് ചെയ്താല് അത്രയും ഭാരം എന്ത് ചെയ്തോ ഇവിടെ ഇവിടെ കിട്ടി. അത്രയും ഞാൻ ചോദിക്കണ എത്ര മാത്രമാണ് ഓന് കുറ്റം ചെയ്തിക്കണേ എന്നുള്ളത് കോടതി ഇവിടെ തെളിഞ്ഞിട്ടും ഓന് ജയിലിൽ കണ്ട് തീറ്റി പോറ്റി ഇങ്ങനെ വളർത്തി വലുതാക്കണത് എന്തിനാണ്? ഒന്നും വേണ്ട. ആ ചങ്ങ 1.5 കൈയല്ലേ, ഒരു കൈയില്ലല്ലോ. ഈ ഒരു കൈയില്ലാത്ത ഇവനക്ക് എങ്ങനെയാണ് അത്രയും ഉയരത്തിലുള്ള ജയിലിൽ ചാടിക്കണോ പുറത്തേക്ക് വരാൻ നമുക്കിവിടെ പറ്റിയത്? ആ 2 കൈയുള്ള നമുക്ക് തന്നെ തുണി ഇവിടെ മേലേക്ക് കെട്ടിക്കാണ്ട് അടി കിട്ടാലും നമുക്ക് ഇവിടെ കയറി വരാൻ പറ്റാത്ത മറ്റേ ജയിലിൽ സെല്ലിന്ന് പോയൊരു കഥ കേട്ടായിരുന്നോ? അത്രയും സ്കെൽട്ടായിട്ട് അതിന്റെ ഇടയിൽ കൂടെ പോവുക ചെയ്തേന്ന്. ഭയങ്കര അത്ഭുതമാണ്. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അതിന്റെ ഇടയിൽ കൂടെ പോയി. പിന്നെയാണ് ഈ അമാനുഷികമായിട്ടുള്ള നമുക്കറിയാം ജയിലിലെ മതില് വലിയ മതിലല്ലേ, ആ മതിൽ എങ്ങനെയാണ് ചാടും? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന്റെ ബാക്കിലും അതിൻ്റെതായിട്ടുള്ള ആൾക്കാരില്ലാതെ ഓന് ഒരു കാരണവശാലും അത്രയും സെക്യൂരിറ്റി ആയിക്കാണ് നിൽക്കുന്ന ജയിലിൽ നിന്നും നമുക്ക് പുറത്ത് ചാടാൻ ഒരിക്കലും ഇവിടെ സാധിക്കൂല. അപ്പൊ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുറ്റവാളികളെ വളർത്തുക, നിരപരാധികളെ എന്ത് ചെയ്യുക? ശിക്ഷിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു നിയമത്തോട് പുച്ഛാണ്, പേടിയാണ്. കാരണം നാളെ പിറ്റേന്ന് നമുക്ക് എന്തെങ്കിലും ഇവിടെ വന്നാൽ ഈ ഒരു ഗവൺമെന്റ് ആരും നമുക്ക് ഉണ്ടാവില്ല, തിരിഞ്ഞുപാടെ നോക്കൂല. എത്രയോ മക്കളെ, ചെറിയ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരു കാലമാണ് ഈ ഒരു കാലം. എന്ത് കാരണം കൊണ്ട് ഇതേമാതിരി പീഡിപ്പിച്ച ആ ആൾക്കാരെ ഒരു പിടിച്ചിട്ടും തിരിച്ചിട്ട് ഒന്നും ചെയ്യണില്ലല്ലോ. കാരണം ഓരോ മുഖം ഒന്ന് പുറത്തേക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂല. കാരണം എന്താണ്? ഓരൊക്കെ സ്വർഗത്തു നിന്ന് ഇറങ്ങി വന്നുള്ള ഊർലിങ്ങളായിട്ട് എന്ത് ചെയ്യും? ഇവരാണ് കണക്കിലെടുക്കും. ഭയങ്കര നിധി കിട്ടിയ, കാരണം നിധിയൊക്കെ ഉണ്ടാവുമല്ലോ, നിധി കിട്ടുമ്പോൾ കാണിച്ചു കൊടുക്കാൻ തകൊന്നുമില്ലല്ലോ. എന്താ പറയുക, ഇവർക്ക് നിധി കിട്ടിയ പുറത്തേക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത വലിയ വലിയ ആൾക്കാരായിട്ടാണ് ഈ പോലീസുകാരെന്ത് ചെയ്യണത്? വരെ തലയിൽ വലിയ മാസ്ക് ഒക്കെ ഇട്ട് മുഖമൊക്കെ മറച്ചിട്ട് കൊണ്ടുപോകണത്. എന്തിനാ ഓരങ്ങനെ കൊണ്ടുപോകണ ആവശ്യം? ഒരാണെന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? എന്തിനാണ് ഓരെ പോലെയുള്ള ആൾക്കാരെ കാണിക്കാതെ ഇവര് ജയിലിൽ കൊണ്ടുപോയിട്ട് നാളെ പിറ്റേന്ന് ഈ നാറികൾ പുറത്തിറങ്ങി ഇവിടെ വന്നാല് ഇതന്നെയല്ലേ ഒരു നാളെ പിറ്റേന്ന് ഇവിടെ ചെയ്യല്? അങ്ങനെ ചെയ്തിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്? ചെന്താമര തന്നെയാണ്. പരോളം കണ്ട് ഇറങ്ങിയപ്പോഴല്ലേ അയാൾ പിന്നെയും വന്ന് കൊന്നത്. 2 പേരെ കൊന്നു. എന്നിട്ട് പിന്നെയും തിരിച്ചു പോയി. എന്നിട്ടും അയാൾ എന്റെ കോടതി റൂമിൽ പോലും അയാൾ ഭയങ്കര ധാർഷ്ട്യഭാവമായിരുന്നു. മൂപ്പരാൾക്ക് ഇതൊരു ഹരാണ്, ഒരു ത്രില്ലാണ്. ഇത് കണ്ടിട്ടാണ് ചെറിയ കുട്ടികൾ എന്ത് ചെയ്യണത്?
പഠിക്കണത്. ഇപ്പം നമ്മൾ കണ്ടാണ്, ഇപ്പൊ ഞാൻ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അഫ്വാന് ലഹരി മൂത്തിട്ടാണ്, ലഹരി കള്ളും അതും ഇതൊക്കെ അടിച്ച് കെട്ടിയിട്ടാണ് സ്വന്തം അഞ്ജനെ, അവൻ പ്രേമിച്ച പെണ്ണിനെ, പിന്നെ ഫാമിലിയിലുള്ള മറ്റുള്ള ആൾക്കാരെ, എത്ര ആൾക്കാരെ കൊന്ന്? 5-6. ആ ഉമ്മ ചത്തിട്ടില്ലല്ലോ, ഉമ്മ ബോധം കെട്ട് വീണപ്പോ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് പോയതാ. ഉമ്മക്ക് ഒന്നും ഇതായില്ല, ഉമ്മ മരിച്ചിക്കണേ എന്നുള്ള നിലക്ക് പോകാൻ പോയില്ല എന്നുണ്ടെങ്കിൽ ഓനും ഉമ്മാനും കൊല്ലും. ഇത്രയും ആൾക്കാരെ കൊന്ന ഓനെ ഇന്ത്യയെ ഇപ്പോൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണത്. ഓനൊരു കൊലപാതകമല്ലേ ചെയ്തിട്ടുള്ളത്, ഒന്നാണ് ചെയ്തിട്ടുള്ളത്, 5 ആൾക്കാരെ ചുറ്റിക്ക് വെച്ചിട്ട് തോന്നുന്നു അനിയനെ കൊന്ന. അപ്പൊ അതൊക്കെ ഓർക്കൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിക്കണെന്നുണ്ടെങ്കിൽ അതൊക്കെ മുൻ കഴിഞ്ഞു പോയിട്ടുള്ള ഓരോരോ ക്രൈമുകളിവിടെ കണ്ടിട്ട് ഓക്കെ, നമ്മളിനിപ്പോൾ എന്ത് തമ്മാടി ഇത്ര കുറ്റകൃത്യങ്ങൾ ഇവിടെ ചെയ്താലോ നമ്മുടെ കേരളത്തിലെ നിയമമാണ്, നമ്മുടെ ഇന്ത്യയിലെ നിയമമാണ്, ഒരു ചുക്കും ഇവിടെ ചെയ്യൂല. നാളെ പിറ്റേന്ന് ഇവിടെ പുറത്ത് വരും, ഒരു സേഫായിട്ട് ഒരു ജീവനോടെ ഉണ്ടാകും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട്. ഈ ഗവൺമെന്റും ഈ ഒരു കോടതി നിയമങ്ങളും കാണിച്ചു കൊടുത്തത് കാരണം കൊണ്ടല്ലേ. അതെ, ഈ ഗ്രീഷ്മയില്ലേ, ഷാരോണിനെ കൊന്ന അവളെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, ഈ കഴിഞ്ഞ ഇടയ്ക്ക് കോടതി കൊണ്ടുപോയപ്പോഴത്തേക്കും അവര് പത്രത്തിൽ അങ്ങാണ്ട് പറഞ്ഞ അവള്, എനിക്ക് ജീവപര്യന്തം കിട്ടുള്ളൂ, ജീവപര്യന്തം കിട്ടിക്കഴിഞ്ഞാൽ എന്റെ 10-20 വർഷം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങും, ഞാൻ അന്തസ്സായിട്ട് ജീവിക്കും. ആ കോൺഫിഡൻസ് കൊണ്ടാന്ന് തോന്നുന്നു അവർക്ക് വധശിക്ഷ വിധിച്ചു. ആ കോൺഫിഡൻസ് കൊണ്ടാന്ന് തോന്നുന്നു. എന്തിനെ വിധിച്ചിട്ട് എന്തിനാണ് പിന്നെ അവിടെ വെച്ചോണ്ടിരിക്കണത്? വെറുതെ ഇവിടെ വാരാ, അല്ലെങ്കിൽ ആ മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റണില്ല, എന്നിട്ട് എന്തിനാ ഓരെ പോലുള്ള ആൾക്കാരെ കൂടി ഇവിടെ. നമ്മൾ എപ്പോഴും എടുത്ത് പറയുന്ന ഒരു കേസുണ്ട്, അത് എല്ലാവരും പറയുന്ന ഒരു കേസാണ്. ഗൾഫ് സിസ്റ്റം പോലത്തെ ഒരു സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ വരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴോ നമ്മുടെ ഇന്ത്യ നന്നായിരുന്നു, കേരളം നന്നായിരുന്നു. കാരണം എന്താ, അവിടെ ഒരാൾ കുറ്റം ചെയ്തേക്കണ എന്ന് കോടതിക്ക് ഇവിടെ തെളിഞ്ഞാൽ പിന്നെ പുറലോകം ഇവിടെ കാണൂല. കാരണം എന്താ, അവിടെ വെട്ടിക്കണോ വെട്ടിയവനോടെ കൊല്ലും. അവിടുത്തെ ഒരു നിയമം എന്താ വെച്ചാൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വഴക്കായി, ചിലപ്പോ കുറ്റം ചിലപ്പോ എന്റെ ഭാഗത്തായിരിക്കാം, എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്ന ആളായിരിക്കാം, എന്നെ അടിച്ച് എന്റെ മൂക്കിൽ നിന്നാണ് ബ്ലഡ് വരെ എന്തെങ്കിലും വന്നാൽ പിന്നെ നമ്മൾ പറയുന്നതാണ് അവിടെ നിയമം. അങ്ങനെയാണോ? നമ്മൾ പറയണേ എനിക്ക് ഇത്രത്തിന് പൈസ നഷ്ടപ്പെടാൻ എനിക്ക് ഇവിടെ വേണം എന്ന് പറഞ്ഞാൽ ആ ആളത് കൊടുക്കണം. അത് കൊടുക്കാതെ നമുക്ക് ആ രാജ്യം വിട്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റൂല. അതാണോ ഈ ബ്ലഡ് മണി വാങ്ങിക്കാനായിട്ട്, അതായത് ഏതൊരു കുഞ്ഞിന്റെ അബദ്ധത്തിൽ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മോചനദ്രവ്യം കിട്ടാൻ വേണ്ടി ഇവിടുന്ന് കുറെ സമാഹരിച്ചു കൊടുത്തില്ല റഹീം? അതൊക്കെ അതുപോലത്തെ കേസാണോ? അതെന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് ആ മൂപ്പരാൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അത് സത്യാവസ്ഥ എന്താന്നുള്ള കാര്യം നമുക്കിവിടെ അറിയില്ല. പകുതി കേട്ടത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. പല ആൾക്കാർ പല രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, വാർത്തകൾ ഇവിടെ പടച്ചു വിടുന്നുണ്ട്. സംഭവം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ നിങ്ങളിപ്പോ ചോദിച്ചല്ലോ, അതിനുള്ള ആൻസർ ഞാൻ തരാം. അതിനെ ഇവരാണ് കൊന്നത് എന്നാണ് ആ ഒരു കുട്ടിയുടെ വീട്ടുകാരൻ ചെയ്യുന്നത് പറയുന്നത്. ഈ റഹീം എന്ന് പറഞ്ഞ ആള്, ഈ റഹീം എന്ന് പറയുന്ന ആളെ ആ ഒരു സൗദി കുടുംബത്തിൽ ആ ഒരു കുട്ടിനെ കൊന്നു എന്നാണ് പറയുന്നതെങ്കിൽ റഹീംക്ക് പറയുന്നത് എന്താണ്, ഒരു സിഗ്നലിൽ വണ്ടി നിർത്തിയൊരു സമയത്ത്, കാരണം സിഗ്നലിലാണ് വണ്ടിയോട് നിർത്തേണ്ടി വരും, വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, വണ്ടി എടുക്കാത്തതിന്റെ പേരിൽ തുപ്പിയപ്പോ ഞാൻ കൈകൊണ്ട് തടഞ്ഞതിലാണ് എന്ത് ചെയ്തത്, ഓക്സിജൻ മെഷീനുമേ പോയിക്കാണ്ട് കൈ തട്ടിക്കാണ്ട് മെഷീന് കംപ്ലൈന്റ് ആവുന്നത്. കാരണം ഒരു മെഷീൻമേലായിരുന്നു ആ കുട്ടിയുടെ ജീവൻ ഇങ്ങനെ നിലനിന്നുകൊണ്ട് അവിടെ പോയിരുന്നത്. അത് ബ്ലോക്കായി പോയതിന്റെ പേരിലാണ് കുട്ടി മരിച്ചതെന്നാണ് റഹീംക്ക് അവിടെ പറയുന്നത്. എങ്കിൽ മറ്റുള്ള ആൾക്കാർ പല വാർത്തകളായിക്കാണ്ട് അതും പറയുന്നുണ്ട്. സത്യാവസ്ഥ നമുക്കറിയില്ല. പക്ഷെ എന്നാലും റഹീം ഖാന്റെ ആയുസിന്റെ പകുതിയും തീർന്നു പോയത് ജയിലിനകത്താണ്. എത്ര 22ാമത്തെ വയസ്സിലായിട്ടാണ് ആള് പോകുന്നത്. അപ്പൊ ഇത്രയും വർഷമായിട്ടും ആ ഒരു മനുഷ്യന് ജയിലിക്കകത്തോടെ കിടന്നിക്കണേ എന്നുണ്ടെങ്കിൽ അവിടെ കോടതി നിന്നത് ആരുടെ ഭാഗത്തേക്കാണ്? കുട്ടിയുടെ വീട്ടുകാരുടെ കുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗത്തേക്കാണ്. അപ്പൊ അവിടെ വിധി ആരാ നടപ്പിലാക്കിയത്? ആർക്കാണോ നഷ്ടം വന്നത് അവരാണ് അവിടെ വിധി അവിടെ നടപ്പിലാക്കിയത്. ഇത്തരത്തിൽ പൈസ വേണമെന്ന് പറഞ്ഞ് നമ്മൾ കേരളത്തിലെ എല്ലാ മനുഷ്യരും ചേർന്ന് കണ്ടത് എല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ല. പ്രമുഖരായിട്ടുള്ള ആളുകളും പിന്നെ വേറെ ആരും ഉണ്ടല്ലോ, പേരുണ്ടല്ലോ, ബോബി ചെമ്മണ്ണൂർ. എത്ര 1 കോടി റുപ്യ അങ്ങനെ എത്രയോ കൊടുത്ത് സമാഹരിച്ചിട്ട് എന്ത് ചെയ്തു, നമ്മൾ കൊടുത്തു. അവസാനം കഴിഞ്ഞ ഒരു വലിയ പെരുന്നാൾക്കാണ് എന്ത് ചെയ്യണത്, 20 വർഷത്തിന് ശേഷം അദ്ദേഹം കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാണ് കാലുപട കുത്തുന്നത്.
20 വർഷം. അപ്പൊ ഈ 20 വർഷവും ആ ഒരു മനുഷ്യന്റെ വിധി നടപ്പിലാക്കിയത് ആരാണ്? ആ ആ കുട്ടിയുടെ സൗദിയുടെ വീട്ടുകാരാണ്. സൗദി വീട്ടുകാരാണത്. അപ്പൊ അവിടെ ആരുടെ ഭാഗത്തേക്കാണ് നിയമം അവിടെ നിൽക്കല്? കുറ്റം ചെയ്ത ആൾക്കാരുടെ ഭാഗത്തേക്കാണ്. അല്ല നാശനഷ്ടം സംഭവിച്ച നഷ്ടം സംഭവിച്ച ഭാഗത്തേക്കാണ് നിൽക്കുള്ളൂ. നമ്മളെ നാട്ടിലാ കുറ്റം ആര് ചെയ്താലും ഇവിടെ കുഴപ്പമില്ല. ഗാന്ധിജിന്റെ ഫോട്ടോ അല്ല കടലാസ കഷണം കണ്ട് തരുന്നുണ്ടോ നിങ്ങള്? എന്നാ നിങ്ങൾക്കാണ് നിയമം. കുറ്റഞ്ഞപ്പോ ഓൻ ചെയ്താലും തന്നെ ശരി, അതെ ഓന്റെ ഭാഗത്തേക്ക് നിയമം നിൽക്കും. കുറ്റപ്പോ ഓൻ ചെയ്തോ പണം ഉണ്ടോ അഥവാ ചുരുക്കി പറഞ്ഞാൽ പൈസ ഉണ്ടോ നിയമം നിങ്ങളുടെ കയ്യിലുണ്ടാവും. പൈസ ഇല്ലേ നിയമം ഒന്നും നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. കാരണം പണത്തിന്റെ മേലെ പോകുന്ന ഒരു നിയമമാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ നിയമം. അത് ഏത് പാർട്ടിക്കാർ ഭരിക്കണം എന്നുണ്ടെങ്കിലും ഉള്ളത് നമ്മളിവിടെ പറയാണ്. ഏത് പാർട്ടിക്കാർ ഭരിക്കണം, BJP ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, ആരായാലും ശരി, അതിലിരിക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ, പൈസ കൊടുത്താൽ കണ്ണ് മഞ്ഞളിച്ചിട്ട് അവരുടെ ഭാഗത്തേക്ക് നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് എനിക്കിന്ന് ഇവിടെ തോന്നിയിട്ടുള്ളൂ. പാർട്ടിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ എന്തുണ്ടാവും? ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കൊരു മനുഷ്യർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിലും മാത്രമേ ഒരു മനുഷ്യർ രക്ഷപ്പെടുള്ളൂ. ഇല്ല കാലാകാലം ജയിലിനകത്തായിരിക്കും. അപ്പൊ അതൊക്കെ തന്നെ ആയിരിക്കും ഈ ഇവിടെ ഉള്ള നിയമത്തിന്റെ അപര്യാപ്തത കൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പൊ ആളുകൾ കിട്ടിയും കുറ്റകൃത്യം ചെയ്യാൻ തോന്നുന്നത്. ചെയ്താൽ എന്താണ് ഇങ്ങനെ ശിക്ഷ ഉണ്ടാവും? ഇത്രയും ശിക്ഷ ചിലപ്പോ ജീവന്റെ ആവും. ഒന്നും വേണ്ട. ഇപ്പൊ ഇന്നലെ മിന്നാന്നേറ്റാണ് മലപ്പുറത്ത് നാട്ടുറോട്ടിൽ വെച്ചിക്കാണ്ട് സ്കൂൾ കുട്ടികൾ തമ്മിൽ എന്ത് ചെയ്യണേ? തല്ലെടുക്കുക. സ്കൂൾ കുട്ടികളെ ഇതിനു മുന്നേ തിരുവനന്തപുരത്ത് വെച്ചാണ്ട് കുറച്ച് കുട്ടികൾ തമ്മിൽ തല്ലെടുന്നേ. ഇപ്പൊ ഒന്നും വേണ്ട. ഷഹബാസ് എന്ന് പറഞ്ഞൊരു മോനെ അറിയാത്തപ്പോ ഒരു മനുഷ്യരും ഇവിടെ ഉണ്ടാവില്ല. ആ ചെക്കന് പഠിക്കാൻ മിടുക്കനായിട്ടുള്ള ചെക്കനാ. കൊന്നതല്ലേ? എത്രയോ മാർക്കോട് കൂടിയിട്ട് ചെക്കൻ അവിടെ ജയിച്ചു. ആ ചെക്കൻ എത്ര 5 പേര് ചേർന്ന് കണ്ട സ്വന്തം സുഹൃത്തുക്കളാണ് എന്ത് ചെയ്തത്? ഒന്ന് കളഞ്ഞു. എന്തിന്റെ ഒരു വാക്കിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുണ്ടായിരുന്നു. വാട്സപ്പിലെ ഗ്രൂപ്പൊക്കെ, വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടാണ് എന്ത് ഞാൻ ഓനെ കൊല്ലും, എനിക്ക് ഓനെ കൊല്ലണം. അപ്പൊ അങ്ങനെ കോരിക്കൊക്കെ പറയാണ്ടായിട്ടുള്ള ആ ഒരു ഊർജം പല നാവിലൊക്കെ മൂർച്ച കൂടിയത്. അതിലൊരാള് പാർട്ടിക്കാരന്റെ മോനാണ്. പാർട്ടിക്കാരന്റെ മോനായിരുന്നു. അപ്പൊ അവർക്കൊക്കെ മൂർച്ചൊക്കെ കൂടിയത് എവിടുന്നാണ്? ഈ ഒരു നിയമത്തിൽ നിന്നാണ്. ഓരോ നാവിനെ അങ്ങനെയൊക്കെ പറയാനും അങ്ങനെ ഓരോ കൈ പൊന്തിച്ച് കണ്ട ഒരു മനുഷ്യനെ കൊന്നു കളയാനും തോന്നിയത് എന്താണ്? ഈ നിയമമാണ്. കാരണം അതിൽ പറയുന്നുണ്ട്, ഏതൊരു ചെക്കമ്പടെ പറയുന്നുണ്ട്, നമുക്ക് കേസ് വരും, നമുക്ക് പ്രായപൂർത്തിയാവാത്ത ആൾക്കാരാണ്. നമുക്ക് പ്രായപൂർത്തിയാവാത്തതാണ്, നമുക്ക് എന്തും ഇവിടെ ചെയ്യാ. പിന്നെ അതിൽ ആൾക്കൂട്ട സ്കൂളിലൊരു ബഹളമാണല്ലോ. അപ്പൊ ആൾക്കൂട്ടം ആരെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലടാ, അതുകൊണ്ട് നമ്മൾ ഓക്കെയാണ്, നമ്മൾ സേഫ് ആണെന്നൊക്കെയുള്ള വോയിസ് റെക്കോർഡ്. ഒന്നും വേണ്ട, ഓരെ പിടിച്ചു. ഓരെ കൊണ്ട് എക്സാം എഴുതിക്കൂല എന്ന് ഇവിടെ പറഞ്ഞ് എഴുതിച്ചില്ലേ? ഇന്നലെ എഴുതിച്ചല്ലോ. അപ്പൊ നിയമം ആരെ ഭാഗത്തേക്ക് അവിടെ നിന്നത്? പിള്ളേരെ ഭാഗത്തേക്ക്. ഓരെന്തേ നല്ല കാര്യമാണ് ഇവിടെ ചെയ്തത്? ഒരാളെ കൊല്ലല്ലേ? കൊന്നിവിടെ കളഞ്ഞ്. കുട്ടി ക്രിമിനൽ. കൊന്ന് കളഞ്ഞിട്ടുള്ള ആ ആൾക്കാരാണ് എന്ത് ചെയ്തത്? അന്നക്കത്തെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്താണ് ഇവിടെ കൊണ്ടുപോയത്. അങ്ങനെ ചെയ്തു കൊടുക്കാൻ പാടില്ല. ഇല്ല. അപ്പൊ എന്തേ കുറ്റവാളികൾ ഇവിടെ ഇങ്ങനെ പെറ്റിങ്ങനെ വളർത്തുകയാണ്. അതിന് എന്നാണോ ഒരു കുറവ് ഇവിടെ വരുന്നത് അന്ന് നമ്മളെ കേരളം ഒരു വെളിച്ചുണ്ടാവും. ഇല്ലാത്ത കാലത്തോളം ഈ ഇപ്പൊ ഒന്ന് ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. നിങ്ങളിപ്പോ ഒരു സ്ത്രീയാണ്. നിങ്ങൾക്കൊരു രാത്രി 1 മണി 2 മണി സമയത്ത് ഒരു ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട്? നമ്മുടെ ഇന്ത്യയിലല്ല, നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ പോകണം എന്ന് വെച്ചാലും തിരിച്ച് അതേപടി വരുമോന്ന് അറിയത്തില്ല. കാരണം എന്താ? ഈ നാട്ടിൽ അങ്ങനെയാണ്, ഇവിടെ അങ്ങനെയാണ്. അപ്പൊ ഈ നിയമത്തോട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? നിയമത്തോട് വിശ്വാസമില്ലാത്തല്ല, പക്ഷെ നിയമം അപര്യാപ്തമാകുന്ന ചില നിമിഷങ്ങളുണ്ട്. അതായത് ഇപ്പോ ഞാനൊരു സ്ത്രീയാണ്, ഇപ്പൊ ഞാൻ പീഡിപ്പിക്കപ്പെട്ടു, പക്ഷെ പീഡിപ്പിക്കപ്പെട്ടിട്ട് ആളെ പിടിച്ചു. ചിലപ്പോൾ ഞാൻ മരിച്ചു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഞാൻ അതായിട്ടുണ്ടാവും, ജീവിച്ചിരിക്കുന്നുണ്ടാകാം. അപര്യാപ്തയാണ്. അപ്പൊ ആളെ പിടിച്ചു, ആ ആൾക്ക് വധശിക്ഷ വിധിച്ചു. ആ ആൾക്ക് വധശിക്ഷ വിധിച്ചിട്ട് ആള് നിയമത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ജയിലിൽ കിടക്കുവാണ്. ഞാനാണെങ്കിൽ വിക്ടിമായിട്ട് ജീവിക്കുകയാണ്. അപ്പൊ ശരിക്കും എനിക്ക് നീതി കിട്ടിയിട്ടില്ല. അവിടെ ആൾക്ക് നീതി കിട്ടിയെന്ന് പറയാനും പറ്റില്ല. കാരണം ആള് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് സുഖലോലുപതയില്. എനിക്ക് ട്രോമയാണ്, കിട്ടിയവർക്ക് ട്രോമയാണ്, പക്ഷെ അവർക്ക് ട്രോമയല്ല, അവർ ജീവിതം ഉല്ലസിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അപ്പൊ ഈ ഒരു നിയമം ഒരു ജനങ്ങളുടെ ഭാഗത്തേക്കാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചാൽ ജനങ്ങളുടെ ഭാഗത്തേക്ക് നിൽക്കാന്ന് ഇവിടെ പറയുമ്പോൾ
പണത്തിനാണോ പ്രാധാന്യം, അതല്ല മനുഷ്യന്റെ മനുഷ്യന്റെ ജീവനാണോ വില? പണത്തിന് പ്രാധാന്യം എന്നാണ് തോന്നുന്നത്. അത് കാരണം കൊണ്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ആൻസർ ഉണ്ടല്ലോ, എന്നെ പീഡിപ്പിക്കപ്പെടപ്പെട്ടാലേ ആ ഒരു മനുഷ്യൻ എന്ത് അവിടെ സുഖമായിക്കാണ്ട് അവിടെ ജീവിക്കും, ഞാൻ പുറത്തുള്ള ഡ്രോമ ആയിക്കാണ്ട് ഞാനിങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അവിടെ പണം ഉണ്ടോ? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ? നിങ്ങൾ പൈസ എറിഞ്ഞെടുത്ത് നോക്കി, അവൻ എന്താ വെച്ചാൽ പരിപാടി ചെയ്യും. പക്ഷെ നേരെ മറിച്ച് അതിനും ഡബിൾ പൈസ നിങ്ങളെ പീഡിപ്പിച്ച ആ ചെങ്ങയോട് പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? ഇപ്പൊ നമ്മുടെ ഗോവിന്ദസ്വാമി ഇന്ന് വേറെ ന്യൂസ് കണ്ടതാണ്. എന്താണ് ഞാൻ ജയിൽ ശിക്ഷ അനുഭവിക്കുക, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനിയുള്ള എന്റെ ജയിൽവാസം അങ്ങ് സ്വന്തം നാട്ടിലേക്ക് ആക്കി തരണം എന്നുള്ളത്, തമിഴ്നാട്ടിലേക്ക് മാറ്റണം എന്നുള്ളത്. എന്തുകൊണ്ട്? കാരണം എനിക്കറിയാം ഞാൻ ജീവിക്കും, എന്നോട് കൊല്ലൂല, ഞാൻ ജീവനോടെ അവിടെ ഉണ്ടാവും. ഒന്നും വേണ്ട, എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സ് തോന്നിയൊരു കാര്യമാണ് ഞാൻ ഇവിടെ പറയണത്. ഇപ്പൊ ഇതേമാതിരി ചെയ്തുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള അതേ ആൾക്കാരെ അതേമാതിരി തന്നെ തിരിച്ചു കണ്ട് അങ്ങോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും കുറച്ച് കുറക്കാൻ നമ്മുടെ ഈ ഒരു ഗവൺമെന്റിന് ഇവിടെ സാധിക്കും. ഇപ്പൊ ഇവിടെ അടുത്താണ് നോർത്ത് ഇന്ത്യ, അതിന് നമ്മൾ നോർത്ത് ഇന്ത്യക്കാർക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകണം. കാരണം എന്താ വെച്ചാല് ഇവിടെ അടുത്താണ് ഒരുത്തർ 13 വയസ്സായിട്ടുള്ള ഒരു കുട്ടീനെ പോയിക്കണ്ട് പീഡിപ്പിച്ചിട്ടേ എത്രയോ ആൾക്കാരുണ്ടേനെ. ആ ആൾക്കാരെ മൊത്തം പോലീസുകാർ പിടിച്ചിക്കാണ്ട് കോടതി കൊണ്ടുപോവാണോ ചെയ്തത്? അങ്ങോട്ടും ഇങ്ങോട്ടും വക്കീലിനെ വെച്ച് വാദിച്ച് ജയിലിൽ കൊണ്ടുപോയി ചപ്പാത്തിയും ചിക്കനും അതും ഇതൊക്കെ കൊടുത്ത് തീറ്റിപ്പറ്റി വളർത്താണ് ചെയ്തത്? അല്ല. എന്ത് ചെയ്ത്? ഷൂസും കോട്ടൊക്കെ ഇട്ടുകാണ്ട് ഓല അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ജനങ്ങൾ വിധിയാണ് നടപ്പിലാക്കി കൊടുത്ത്. ഇവിടെ ജീവനോടണ്ട. കാരണം എന്താ? ഒരു 13 വയസ്സായിട്ടുള്ള ഒരു കുട്ടിനെ പോയിക്കാണ്ട് പീഡിപ്പിച്ച ആ വികാര ജീവികളെ എന്തിനാണ് ഈ ലോകത്ത്? അതിന്റെ ആവശ്യമില്ല, കൊന്നങ്ങട് കളഞ്ഞ്. ഇവിടെ അടുത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുജറാത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഒരു 4 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടീനെ എന്ത് ചെയ്ത് ഒരു എരപ്പൻ തൂക്കി കൊണ്ടുപോയത് എന്തിനാണ്? വളർത്താനല്ല, പീഡിപ്പിക്കാൻ. ഈ 4 വയസ്സായിട്ടുള്ളേ, വെറും 4. എന്താണ് ആ കുട്ടീന്റെ ശരീരത്തിലുള്ളത്? അപ്പൊ വസ്ത്രവും പ്രായവും അല്ല പ്രശ്നം, പെണ്ണാണ് പ്രശ്നം. പിന്നെ കാണുന്ന ചില ആണുങ്ങളുടെ കാണുന്ന കാഴ്ചയുടെ പ്രശ്നം. പെണ്ണ് പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ എടുത്തു പറയുന്ന കാര്യമുണ്ട്, അവളെ വസ്ത്രധാരണം. അത് വസ്ത്രധാരണം വളരെ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ള, ഇപ്പൊ നേരത്തെ ചോദിച്ചോലെ 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ വസ്ത്രവും മാന്യമായിട്ടൊരു വസ്ത്രം ധരിച്ച് പുറമേ പോകുന്ന ഒരു വസ്ത്രവും ഒരു പെൺകുട്ടിയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ വസ്ത്രം എന്ത് ധരിച്ചു കഴിഞ്ഞാലും, വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം എന്ന് പറയുന്ന ആളുകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ പീഡനത്തിന്റെ മാനദണ്ഡം തന്നെ വസ്ത്രമാണോ? വസ്ത്രമല്ല, അങ്ങനെ പെണ്ണായി ജനിച്ചു എന്നാണ് ആ പെണ്ണ് ചെയ്തതിൽ ഏറ്റവും വലിയ പ്രശ്നം. പെണ്ണായി ജനിച്ചോ, അതാണ് പ്രശ്നം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ആ 4 വയസ്സായിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടീനെ എന്ത് ചെയ്ത് ഇപ്പം പോയിക്കാണ്ട് ഇവന്റെ വികാരം ആ കുട്ടീനെ തീർത്തു. എന്താണ് ആ കുട്ടീന്റെ മേത്തുള്ളത്? ഞാൻ ചോദിക്കുന്ന ചോദ്യം, എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ആ കുട്ടിക്ക് അറിയോ? ഒരു ഒന്നും തന്നെ അറിയില്ല. ആ കുട്ടീനെ പോയിക്കാണ്ട് പീഡിപ്പിച്ച ഓനെ ഗുജറാത്ത് പോലീസ് എന്ത് ചെയ്ത് 5 ബുള്ളറ്റിൽ വെട്ടിച്ചാണ് കൊന്നാണ്ട് കളഞ്ഞ്. ഞാൻ വളർന്നത് അതിന്റെ വീഡിയോ തരങ്ങൾ വേണം വെച്ചുകൊടുത്ത് നോക്കിയേ. എന്ത് ചെയ്ത് 5 ബുള്ളറ്റിൽ കൊന്നാണ്ട് കളഞ്ഞ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഗുജറാത്ത് പോലീസ് ഒരു ബിഗ് സല്യൂട്ട് ഇവിടെ നൽകണം. എന്നാൽ അതേമാതിരി സംഭവം ഏതെങ്കിലും ഒറ്റ ഒന്ന് നമ്മുടെ കേരളത്തിന് മണ്ണെ കണ്ടിരുന്നു? അങ്ങനെ ഏതെങ്കിലും ഒരാളെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളത് ഉണ്ടാവില്ല. ഒരു പേടി വരും ആളുകൾക്ക്, ആളുകൾ. അങ്ങനെ ഏതെങ്കിലും ഒരു പോലീസ് കേരളത്തിന് മുന്നിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3/4 ജനങ്ങളോ ആ ഒരു പോലീസിനെ തലയോ ചെയ്യണം നടക്കും. തീർച്ചയായിട്ടും. എന്തിനാണ് അങ്ങനെ ദുരന്തത്തിനൊക്കെ എന്തിനാണ് ഇവിടെ നമ്മുടെ ലോകത്ത് എന്തിനാ? എന്നിട്ട് അതേമാതിരി സംഭവങ്ങൾ എത്രയോ. ഇപ്പൊ പാലക്കാട് ഇതേമാതിരി 2 പെൺകുട്ടികളാണ് വാളയാറില് പീഡിപ്പിച്ചത്. ഇത് ഓരെ കൊന്നെന്ന വാർത്ത നമ്മളാരെങ്കിലും ഇവിടെ കേട്ടാ? ഇന്നും ആ നാരികൾ ഇവിടെ ജീവിക്കണം. അത് പാർട്ടിക്കാർക്കൊക്കെ പങ്കുണ്ട്. എല്ലാവർക്കും പങ്കുണ്ട്. എന്താ പേര് കാര്യം? അതിനൊക്കെ നമ്മൾ പിന്നെയും സപ്പോർട്ട് ചെയ്യലേ നോർത്ത് ഇന്ത്യക്കാരാണ്. അത് പക്ഷേ ഒരു കാര്യം പറയുവാണെങ്കിൽ, ആ ഒരു കുട്ടിയുടെ ആദ്യത്തെ കുട്ടി മരിച്ച് ഇങ്ങനെ കൊന്നത് വെച്ചപ്പോ അവര് വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. 2ാമത്തെ കുട്ടിയും ഇതുപോലെ പോകുന്നുള്ളത് അമ്മ ശ്രദ്ധിച്ചില്ല. ആർക്ക് വേണമെങ്കിലും വീട്ടിൽ കയറിയാന്നൊരു അവസ്ഥ ഉണ്ടാക്കി. അവരെന്ത് ചെയ്തു? എന്നിട്ടും ജനലിൽ അങ്ങനെയാണ് കെട്ടി തൂങ്ങി മരിച്ചത്. ഇത്രയും വയസ്സുള്ള കുട്ടികൾ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാറ്? ഒരിക്കലും ചെയ്യില്ല, ചെയ്യിപ്പിച്ചുകൊള്ളൂ. അഥവാ മറ്റുള്ള ആൾക്കാർ ചെയ്തിട്ട് കുട്ടി ചെയ്തതാണെന്നുള്ള പറഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്തു, അവരെ പിടിച്ചു. ഇന്ന് ഓരെന്തേ ഈ തൊള്ളി കൂടെ ഭക്ഷണം കഴിച്ചിക്കാണ്ട് ജീവിക്കണില്ലേ?
ഉണ്ട്. അതിനാരാ വളം വെച്ചു കൊടുക്കണത്? ഇവിടുത്തെ നിയമം തന്നെ. ഉം? ഇവിടുത്തെ നിയമം തന്നെ. ഇവിടുത്തെ നിയമം. ഉം. അത് ഞാൻ എപ്പോഴും ഞാൻ ചോദിക്കണ ചോദ്യമാണ്. കാരണം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോ എന്ത് ചെയ്യും ചിലത് ആ, അത് ഞാൻ അത് നമ്മുടെ മറ്റേ ഒരു ഫ്രസ്ട്രേഷൻ ആണ്. ആ ഞാൻ എപ്പോഴും ചിന്തിക്കണ ഒരു കേസാണ്. എന്ത് കാണാനാണ് പിന്നെ കോടതി അവിടെ ഇരിക്കണത്? നീതിദേവത കണ്ണു തുറന്നിട്ടില്ല. ഉം? നീതിദേവത കണ്ണു തുറന്നിട്ടില്ല. പൈസ ഉണ്ടോ? ബാഗ് കൂടെ പൈസ ഇവിടെ കൊടുത്തോ? നിയമവും കോടതി ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഏറെക്കുറെ തീർച്ചയായിട്ടും.